ജാനുവരി 19-ാം തീയതിയിലെ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു തീരുമാനം, അതായത് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനുള്ള തീരുമാനത്തെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട്? അതുപോലെ തന്നെ എന്താണ് ഈ ഒരു അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനം? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെ സ്റ്റേ ചെയ്യാൻ കാരണം? ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മഥുരയിലുള്ള ഷാഹി ഈദ്ഗാ മോസ്ക് ഉണ്ട്. ഈ ഒരു മോസ്കിനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തപ്പോൾ സുപ്രീം കോടതി അങ്ങനെ ഒരു കമ്മീഷണറെ വെക്കാനുള്ള തീരുമാനത്തെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിലെ പ്രൊവിഷൻസുമായിട്ട് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശദമായിട്ട് സുപ്രീം കോടതി പരിശോധിച്ച ശേഷം അതിന് മേലെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നതായിരിക്കും എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത് കൊണ്ടുവരാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളൊരു വേദിക് കൾച്ചർ, അതിനു മുന്നേ ഇൻഡസ് വാലി കൾച്ചർ, അതിനുശേഷം വേദിക് കൾച്ചറിലേക്ക് വന്നു. അതിനുശേഷം ഒരുപാട് കിങ്സ് വന്നു. പ്രധാനമായിട്ട് ഹിന്ദുയിസം ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന മതം ഉയർന്നു വന്നു. അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റ് വന്നു. അതിനുശേഷം നമുക്ക് മുഗൾസ് വന്നു. അതിനുശേഷം നമുക്ക് യൂറോപ്യൻസ് വന്നു. അതിനുശേഷമാണ് വീണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരേ സ്ഥലത്തിന് തന്നെ പല മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഗുപ്ത പീരീഡിലുള്ള ഹിന്ദു ടെമ്പിളിനെ ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ പൊളിച്ചിട്ട് അവിടെ അവരൊരു മോസ്ക് പണിതിട്ടുണ്ടാവും. കാരണം അവർ ഇസ്ലാം മതവിശ്വാസികളാണ്. ഈ മോസ്കിനെ അല്ലെങ്കിൽ വേറൊരു ടെമ്പിളിനെ മുഗൾസ് പണിതിട്ടുണ്ടാവും. യൂറോപ്യൻസ് അവിടെ വേറെ യൂറോപ്യൻസ് പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ ക്രിസ്ത്യൻ ചേർച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കേസുകൾ കൊടുക്കാൻ തുടങ്ങി. പണ്ട് ഹിന്ദു ടെമ്പിൾ ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ പള്ളി ഉള്ളത്, അതുകൊണ്ട് പള്ളി പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ടെമ്പിൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ പള്ളിയുള്ള സ്ഥലത്താണ് പിന്നീട് ഹിന്ദു ടെമ്പിൾ പണിതത്, അതുകൊണ്ട് ഹിന്ദു ടെമ്പിൾ പൊളിച്ചിട്ട് വീണ്ടും പള്ളി പണിയണം. ഈ ഒരു പ്രശ്നം വരാൻ തുടങ്ങി. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇങ്ങനെയുള്ള കേസുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഏതാ കട്ട് ഓഫ് ഡേറ്റ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് 1947 ആഗസ്റ്റ് 15. അപ്പോൾ ഈ ഒരു ആക്ടിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഈ ഡേറ്റിനെ എന്തായിരുന്നോ ആ ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പിന്റെ സ്റ്റാറ്റസ്, അത് അന്ന് ഹിന്ദു ടെമ്പിൾ ആണെങ്കിൽ അത് ഹിന്ദു ടെമ്പിൾ ആയിട്ട് തന്നെ തുടരും, അത് ഒരു ക്രിസ്ത്യൻ ചർച്ച് ആണെങ്കിൽ ചർച്ചായിട്ട് തുടരും, അതൊരു മോസ്ക് ആണെങ്കിൽ മോസ്ക് ആയിട്ട് തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനുശേഷം അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പിളിനെ പൊളിച്ചിട്ട് ഒരു മോസ്ക് പണിയാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. അതുപോലെ തന്നെ നിലവിൽ അത് എങ്ങനെയാണോ ആഗസ്റ്റ് 15 1947 എങ്ങനെയാണോ അതിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്താണോ അത് തന്നെ തുടരണം എന്നാണ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991 പറഞ്ഞത്. അതായത് ഈ ഒരു ഡേറ്റിന് ശേഷം പുതിയ കേസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഓൾറെഡി ഉള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കേസുകളായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കേസുകളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു നിയമം വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ നിയമത്തിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയോധ്യ വേർഡിക്റ്റ് വരികയും ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ടെമ്പിൾ പണിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും ടെമ്പിൾ പണിയാനൊക്കെ ചെയ്തത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അയോധ്യ ഡിസ്പ്യൂട്ടിനെ അത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ കുറേ കണ്ടീഷൻസ്, കുറേ എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ആക്ട് ഉണ്ട് 1958 ആൻഷ്യൻ മോണുമെന്റ്സ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. അതായത് അത് ഓൾറെഡി ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആയിട്ട് ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ഇത്തരം സ്ഥലങ്ങളെയും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി സെറ്റിൽ ചെയ്ത ചില വിഷയങ്ങൾ കോടതിയിലൊക്കെ പോയിട്ട് തീരുമാനമായിട്ടുണ്ട്. അത്തരം സെറ്റിൽ ചെയ്തിട്ടുള്ള വിഷയങ്ങളെയും എന്ത് ചെയ്തു? ഈ ആക്ടിന്റെ പരിധിയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
അതായത് അതിന്റെ മേലെ ഇനി തുടർ നടപടി ഈ ഒരു ആക്ട് വെച്ചിട്ട്, അതായത് അത് ആ സെറ്റിലിംഗ് നടന്നത് അതിന് ശേഷമാണ്, അതുകൊണ്ട് 1947 ആഗസ്റ്റ് 15 ശേഷമാണ്, അതുകൊണ്ട് അതിന് മുന്നത്തെ സ്റ്റാറ്റസ് വേണം, അങ്ങനെയുള്ള പരിപാടി ഒന്നും പറ്റില്ല. ഓൾറെഡി സെറ്റിൽ ചെയ്ത കേസുകൾ സെറ്റിൽ ചെയ്തു, അതിന്റെ മേലെ ഇനി ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ടുകളെ അല്ലെങ്കിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ഉണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. അതായത് നിലവിൽ ഈ ഒരു ഡിസ്പ്യൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആക്ട് വരുമ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ടുകൾ കണ്ടിന്യൂ ചെയ്യാം. പുതിയൊരു സ്ഥലത്തിന് മേലെ ഇങ്ങനെ ഇത് മുമ്പ് പള്ളിയായിരുന്നു, മുമ്പ് അമ്പലമായിരുന്നു എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ ഉന്നയിക്കുകയാണെങ്കിൽ അയാൾക്ക് 3 വർഷത്തെ ജയിൽ ശിക്ഷ വരെ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ഈ ഒരു നിയമത്തില് ഇത്തരത്തിൽ പുതിയ സ്ഥലങ്ങളെ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തെ അതിന്റെ പ്ലേസസ് ഓഫ് വർഷിപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അതിന്റെ മറ്റ് പല കാര്യങ്ങളും, അതായത് ഒരു പ്ലേസ് ഓഫ് വേർഷിപ്പിനെ അതിനെ കൺവേർഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ടെമ്പിളിനെ നമുക്കൊരു മോസ്കാക്കാനോ പള്ളിയാക്കാനോ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ റിലീജിയൻ തന്നെ വ്യത്യസ്ത റിലീജിയസ് ഡിനോമിനേഷൻ ആണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി ഓർത്തു വെക്കുക. അതായത് ഈ ഒരു നിയമത്തിലെ വളരെ വ്യക്തമാണ്, 1947 ആഗസ്റ്റ് 15 അത് എങ്ങനെയായിരുന്നു അതുപോലെ തുടരാൻ മാത്രമേ പറ്റുള്ളൂ, മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊസീഡിങ്ങുകളോ കൺവേർഷനുമായി ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ ഓൾറെഡി കോർട്ടിന്റെ മുകളിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ കേസ് തുടരാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മേലെ പുതിയ കേസ് കൊടുക്കാനോ അതിന്റെ മേലെ പുതിയ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്ന് ഓർത്തു വെക്കാം. നിലവിലുള്ള കേസ് തുടരാം, അതിൽ തീരുമാനമാവുന്നത് വരെ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആക്ട് എന്തിനാണ് കൊണ്ടുവന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു സെക്യുലർ ക്യാരക്ടർ ഉണ്ടല്ലേ, ആ സെക്യുലർ ക്യാരക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ടെമ്പിളിനെ പൊളിച്ചിട്ട് മോസ്ക് പണിയണമെന്ന് ആൾക്കാർ ആവശ്യപ്പെടും, മോസ്കിനെ പൊളിച്ചിട്ട് ടെമ്പിൾ പണിയണമെന്ന് ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സെക്യുലർ ക്യാരക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണോ നമുക്കിത് വളരെ വളരെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്ത മറ്റൊന്നാണ് രാമജന്മഭൂമി അല്ലെങ്കിൽ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ കേസ് എന്ന് ഓർത്ത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ആ ഒരു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് തുടരാമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ വാർത്തയിൽ വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായി. പുതിയ കേസുകൾ വരുന്നപ്പോഴാണ് സുപ്രീം കോടതി അതിനെ സ്റ്റേ ചെയ്തത്. ഒരു സുപ്രീം കോടതി വിശദമായിട്ട് പരിശോധിക്കും, ഈ കേസ് നേരത്തെ ഉള്ളതാണോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് സുപ്രീം കോടതി അതിന്റെ മേലെ ഡിസിഷൻ പറയുമെന്ന് തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്.